എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ റൈസ് എന്ന് പറയുന്ന പോയത്തിൽ നിന്നും ഇനി വരുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് PYQs ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മീൻസ് ഈ ഒരു മോഡലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യമേ തന്നെ നോക്കൂ. ആഫ്റ്റർ റീഡിംഗ് ചെമ്മനം ചാക്കോസ് പോയം റൈസ്, you become worried about the condition of paddy cultivation in your locality. So you decide to share your thoughts on the need of planting rice through a blog. Prepare the blog. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു പോയം മീൻസ് വായിച്ചിട്ട് റൈസ് എന്ന് പറയുന്ന പോയം വായിച്ചതിന് ശേഷം നിങ്ങൾ വറീഡാണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും എന്താണ് ഈ ഒരു പാഡി കൾട്ടിവേഷൻ്റെ കണ്ടീഷനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ച് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ടു ഷെയർ യുവർ തോട്ട്സ് ഓൺ ദ നീഡ് ഓഫ് പ്ലാന്റിങ് റൈസ് ത്രൂ എ ബ്ലോഗ്. അതായത് ഒരു ബ്ലോഗ് എഴുതാനാണ് പറയുന്നത്. റൈസ് നമ്മൾ എന്താണ് നെല്ല് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒരു ബ്ലോഗ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ എഴുതേണ്ട കാര്യമാണ്. സോ അതൊരു ജനറലി ചോദിച്ചൊരു ചോദ്യമായിട്ട് നമുക്ക് പറയാമല്ലേ. റൈസ് കൾട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇമാജിൻ ദാറ്റ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഫുഡ് ക്രോപ്സ് ഷുഡ് ബി പ്രിഫേർഡ് ടു ക്യാഷ് ക്രോപ്സ്. റൈറ്റ് 4 ആർഗ്യുമെൻറ്റ്സ് ഈതർ ഇൻ ഫേവർ ഓർ അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. അതായത് ഫുഡ് ക്രോപ്സിന് ഫേവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഡിബേറ്റിന് വേണ്ടിയിട്ട് 4 പോയിൻറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ആയിട്ടും എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം എവിടെയും നമ്മുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ എഴുതാനുള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ദ പോം റൈസ് points out the contemporary agricultural changes in our country and its diminishing importance as commercial crops and their associated benefits എന്താണ് ഗെയിൻ അട്രാക്ഷൻ. അതായത് ഇപ്പോൾ റൈസ് എന്ന് പറയുന്നതിൽ മെയിൻലി എന്താ പറയണത്, ഫുഡ് ക്രോപ്സ് ഒക്കെ മാറി ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, മീൻസ് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അവസ്ഥയെ പറ്റിയിട്ടാണ് അതിലും പറയുന്നത്. അപ്പോൾ ചെമ്മനം ചാക്കോ ഹാസ് വെരി വെൽ സറ്ററൈസ്ഡ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ പോയിന്റ്. അപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ട് സറ്റൈറിക്കലായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ചെമ്മനം ചാക്കോ ആ ഒരു കവിതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ബ്രിങ് ഔട്ട് ദ സറ്റൈറിക്കൽ എലമെൻറ്റ്സ് ഇൻ ദ പോയം റൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ റൈസ് എന്ന് പറയുന്ന പോയത്തിലെ സറ്റൈറിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹസ്കിൽ എന്താണ് ആ ഒരു ഡോക്ടറൽ ഡിഗ്രി ആ ഒരു കാര്യമൊക്കെ വളരെയധികം ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സറ്റൈറിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള എലമെൻറ്റ്സ് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ പോയം കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം, ദ നറേറ്റർ ഇൻ ദ പോയം റൈസ് ബിക്കേം കൺഫ്യൂസ്ഡ്, സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക്ഡ് ബൈ ദ ചേഞ്ചസ് ഇൻ ഹിസ് നാറ്റീവ് വില്ലേജ് ഓൺ ഹിസ് റിട്ടേൺ. അതെ, ആ ഒരു നറേറ്റർ എന്താണ് തൻ്റെ വില്ലേജിലോട്ട് തിരിച്ചു വന്നപ്പോൾ വളരെയധികം ഷോക്ക്ഡ് ആയിപ്പോയി അവിടെ ഉണ്ടായ മാറ്റങ്ങൾ കണ്ടിട്ട് അല്ലേ. സോ ഹി സെൻഡ്സ് ആൻ ഇമെയിൽ ടു ഹിസ് ഫ്രണ്ട് എക്സ്പ്ലെയിനിങ് ഹിസ് തോട്ട്സ് ഡ്രാഫ്റ്റ് ഇമെയിൽ. അപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അയാൾ ഷോക്ക്ഡായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തോട്ട്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനൊരു ഇമെയിൽ എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് ആ ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് വേറൊരു ചോദ്യമാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പല PYQസിലും കണ്ടിട്ടുണ്ട്. എക്സാമിൻ്റെ മാത്രമല്ല ജനറലി നമ്മൾ നോക്കുന്ന ടൈമിലും. ഓക്കെ, സോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ടാവും, അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രത്യേകിച്ച് 1 വേർഡ് സെക്ഷനിലൊക്കെയാണ് അത് വരിക. ഓക്കെ, സോ എവിടെയും കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ആരാണ് സ്പീക്കർ, ദെൻ ആൻഡ് വെയർ ഡിഡ് ഹി കംപ്ലീറ്റ്, എവിടെയാണ് റിസർച്ച് കംപ്ലീറ്റ് ചെയ്തത്. അതെല്ലാം ഈ ഒരു കവിതയ്ക്കകത്ത് തന്നെ ആ വരികൾക്കകത്ത് തന്നെ ആൻസർ ഉണ്ട്. വാട്ട് ഇസ് എ ടോപ്പിക് ഓഫ് ഈസ്, ഏത് ടോപ്പിക്കിലാണ് റിസർച്ച് നടത്തിയത് അല്ലേ, അതൊക്കെ ഈസി ആയിട്ടുള്ള ചോദ്യമല്ലേ. പിന്നെ വൈ അത്തിക്കിര റൈസ് ഈസ് റിഫേർഡ് ഹിയർ, എന്തുകൊണ്ട് അത്തിക്കിര റൈസിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. എന്താണ് ലൈൻസ് കൊടുത്തിട്ട് ഇതുപോലെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം എലാബറേറ്റ് ഐഡിയയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആശയം നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ, മാർക്കിനനുസരിച്ച്. സോ ദാറ്റ് ഈസ് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ദെൻ അടുത്ത, അക്കോർഡിംഗ് ടു ദ ഫാദർ ഇൻ ദ പോയം റൈസ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ അല്ലേ. അപ്പോൾ ആ ഒരു അതിലെ അച്ഛൻ പറയുന്നൊരു കാര്യമാണ്, എന്താണ് വിട്ടികൾ മാത്രമാണ് ഇപ്പോൾ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ. ദെൻ ഹൗവർ ദ പോയറ്റ് കംസ് ഹോം ഈഗർ ടു ഈറ്റ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കിര റൈസ്. കമ്പയർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് ഫാദർ ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. അതായത് ഈ അച്ഛൻ്റെ മകൻ മീൻസ് ആ ഒരു സ്പീക്കർ അല്ലേ, ആ ഒരു പോയറ്റ് വീട്ടിൽ എത്തുന്നത് എങ്ങനെയായിരുന്നു, ഫുള്ള് എന്താണ് ഒരു അത്തിക്കിര റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അത്രയും കൊതിയോടുകൂടിയും വിശപ്പോടു കൂടിയൊക്കെയാണ് വരുന്നത് അല്ലേ. സോ ഇവരുടെ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്, ഈ ഒരു അച്ഛൻ്റെയും മകൻ്റെയും. സോ അത് തമ്മിൽ കമ്പയർ ചെയ്ത് ഒറ്റ പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചോദ്യം ഇൻ ദ പോയം റൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ വായിച്ച പോലത്തെ ഒരു ചോദ്യമാണ്. We see the poet return to his village after 4 years of research in North India, hoping at least to eat atikira rice at home. Then, however, this did not happen. His father had stopped rice farming and had become a rubber planter. Unhappy, the poet writes an email to his friend about his disappointment. Write the email. ഇവിടെ കുറച്ച് വേറെ രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു? ജസ്റ്റ് നമ്മൾ പറഞ്ഞ ഇതേ ആശയം തന്നെയാണ്. പോയിട്ട് വീട്ടിലോട്ട് എത്തിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ എന്നുള്ള കാര്യങ്ങളല്ല, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അവിടെ. സോ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്ത് ചെയ്യുകയാണ്, ഇമെയിലിലൂടെ ഫ്രണ്ടിന് അയക്കുകയാണ്. എവിടെയും നമ്മൾ അതേ ഒരു തീം തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നേരത്തെ കാണിച്ച ആ സേ എക്സാമിന് കറക്റ്റ് വന്നിട്ടുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. ഇത് മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതേ ഒരു കണ്ടൻറ്റ്, പക്ഷേ അവർ ചോദിക്കുന്ന രീതി കുറച്ചൊക്കെ വ്യത്യസ്തപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. ദെൻ അടുത്ത, വാട്ട് ചേഞ്ചസ് ഡസ് ദ നറേറ്റർ ഇൻ ദ പോയം റൈസ് നോട്ടീസ് ഇൻ ഹിസ് നാറ്റീവ് വില്ലേജ് ഓൺ ഹിസ് റിട്ടേൺ? എന്തൊക്കെ മാറ്റങ്ങളാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഈ ഒരു പോയിറ്റ് അല്ലെങ്കിൽ ആ നറേറ്റർ കണ്ടത്? ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബ്രിങ് ഔട്ട് ദ സറ്റയർ ഇൻ ദ ഫോളോവിങ് ലൈൻസ്. ഓൾറെഡി ഫുള്ളി സറ്റയറിക്കൽ എലമെൻസിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെങ്കിൽ ഈ കുറച്ച് രണ്ടുപേര് തന്നിട്ടുണ്ട്, അതിലുള്ള സറ്റയർ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, യു ഹാവ് നോട്ടീസ് ദാറ്റ് ഇൻ റീസെൻറ്റ് ടൈംസ് ഫുഡ് ക്രോപ്സ് ഹാവ് ബീൻ റിപ്ലേസ്ഡ് ബൈ ക്യാഷ് ക്രോപ്സ്. അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് എന്താണ്, ഫുഡ് ക്രോപ്സ് മാറി കൂടുതലും ക്യാഷ് ക്രോപ്സ് ആണ് ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റൈറ്റ് 4 points ടു ഹൈലൈറ്റ് ഹൗ ദിസ് ഈസ് ഹാംഫുൾ ടു സൊസൈറ്റി. ഇത് എത്രത്തോളം സൊസൈറ്റിക്ക് ഹാംഫുൾ ആണ്, ദോഷകരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു 4 പോയിൻ്റ് എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ കാണുന്ന 2 ചോദ്യം നേരത്തെ പറഞ്ഞ മോഡലിൽ 1 വേർഡ് സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അത് കുറച്ച് വരികൾ തന്നിട്ടുണ്ടാവും, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ജസ്റ്റ് അതിനകത്തുനിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ വായിച്ചിനി വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല. ഓക്കെ, സോ ഇനി വാട്ട് ഇസ് ഷിപ്പ് ഓഫ് ദ സ്കൈ റെപ്രസെൻറ്റ്? ഇത് പലതവണ ഈ ലൈൻസൊക്കെ തന്നിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. ഓക്കെ, എന്താണത് സംഭവം? ഷിപ്പ് ഓഫ് ദ സ്കൈ എയറോപ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, 1 മാർക്ക് നമുക്ക് കിട്ടും ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും. ദെൻ അടുത്ത അപ്രീസിയേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ പോയത്തിൻ്റെയും അപ്രീസിയേഷൻ പഠിക്കണം എന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്രീസിയേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്തത്, പോം ഈസ് എ കോൺട്രാസ്റ്റ് between expectations and reality. Prepare a write-up substantiating this. ഓക്കെ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ പോയം ഫുള്ളി എന്താണ്, എക്സ്പെക്റ്റേഷൻസിനെ റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ് അല്ലേ. ഈ പോയിറ്റ് വീട്ടിലോട്ട് വരുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് വരുന്നത്, പക്ഷേ അവിടെ കണ്ട റിയാലിറ്റി അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കവിത പഠിച്ചിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, consider the poem Rise as satire on the farmers who are forced to switch to cash crops when the market for food crops fell. Prepare a write-up. ആക്ച്വലി കർഷകർ അവർ നിർബന്ധിതരായി പോയതാണ് അല്ലേ. അതായത് ഫുഡ് ക്രോപ്സിനുള്ള ഡിമാൻഡ് കുറഞ്ഞപ്പോൾ അവർ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഏണിങ്സ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ അവർ അതിലോട്ട് പോയി. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടൊരു റൈറ്റപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്, ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്. ദെൻ നമ്മൾ കഴിഞ്ഞ ഒരു 4 to 5 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആദ്യമേ നമ്മൾ കാണിച്ചു തന്നു. പിന്നെ ബാക്കിയുള്ളത് ജനറലി അല്ലാണ്ടും പല ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു ഐഡിയ കിട്ടിയെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, റൈസ് പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് പോയി ആ പോയം ഫുള്ളി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് കണ്ടൻറ്റ് എന്താണോ കൃത്യമായിട്ട് പഠിക്കുക. എളുപ്പമുള്ളൊരു പോയമാണ്, അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോയമൊന്നുമല്ല. സോ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പോയം തന്നെയാണ്. പഠിക്കുക. ദെൻ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി വായിച്ച് നോക്കുക കേട്ടോ. അതായത് ഈ ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സോ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്താലും അല്ലെങ്കിൽ ഗൈഡോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കയ്യിലുണ്ടെങ്കിലോ അതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ
ഓക്കെ, ഈ കാണിച്ചതിൽ നിന്ന് ഏതൊക്കെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെയും ചാപ്റ്റേഴ്സ് ചെയ്യണമെന്ന്, അതൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ്, ഒറ്റ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും, കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ കുറേ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റും ഗ്രാമറിൻ്റെ ഫോർമാറ്റും ഒക്കെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.